കർത്താവ് വിത്തിൻ്റെ ഉപമ പഠിപ്പിച്ചപ്പോളേ, സ്തോത്രം, കർത്താവ് ഒരു കാര്യം പറഞ്ഞു. ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. നിങ്ങൾ എന്നെ നോക്കിയാൽ മതി, ഞാൻ പറയാം. വിതയ്ക്കുമ്പോൾ ചിലത് എവിടെ വീണു? വഴിയരികിൽ വീണു. വേറെ ചിലത് എവിടെ വീണു? മുള്ളിനിടയിൽ വീണു. വേറെ ചിലത് എവിടെ വീണു? വേറെ ചിലത് എവിടെ വീണു? ഇത് ഈ വിത്ത് വിതയ്ക്കുന്ന സ്ഥലം ഹൃദയമാണെന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗം പഠിക്കുമ്പം വഴിയിൽ വിതറിയ വിത്തിനെ പറവ വന്ന് തിന്നേച്ചു പോയി. കേട്ടോ, നിന്റെ അകത്ത് മുളയ്ക്കേണ്ട വചനത്തിൻ്റെ നന്മകളെ ശത്രു വന്ന് വിഴുങ്ങിയേച്ചു പോയി. അങ്ങനെ സമ്മതിക്കരുത്. നിന്റെ വീട്ടിൽ നടക്കേണ്ട വിടുതലിന് ദൈവം വിട്ട വചനത്തെ ശത്രു വിഴുങ്ങിയേച്ചു പോയി. ഒരാമയും വരുന്നില്ല. ഇന്ന് ആ റൂട്ടിൽ പറക്കുന്ന ചില അന്തരീക്ഷ മണ്ഡലത്തിലെ അന്ധകാരത്തെ മുറിക്കുന്ന ദൈവശക്തി യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ സ്വീകരിച്ച ദൈവത്തിൽ നിന്ന്. രണ്ടാമത്തെ ദൂത് ശ്രദ്ധിച്ചോ? സ്തോത്രം. മുള്ളിനിടയിൽ വീണത്. വിത്ത് വീണു, വിത്ത് കിളിച്ചു, വിത്ത് തലമുക്കി. നമ്മളെല്ലാം പറഞ്ഞു, ഞാൻ അനുഗ്രഹിക്കപ്പെടണം. മൂന്നിൻ്റെ അന്ന് നോക്കിയപ്പോൾ ഈ വിത്തിൻ്റെ സ്തോത്രം തണ്ടയിൽ ഒരു മുള്ള് കയറി ചുറ്റിയെന്നല്ല, അവൻ പിടിയങ്ങ് മുറുക്കി. ആദ്യം പറഞ്ഞു മുള്ള് വളർന്നോട്ട് കുഴപ്പമില്ലൂവേ. ഇറുക്കി പിടിച്ചപ്പോൾ മനസ്സിലായി ഇനി ഇത് മേളിലോട്ട് നാമ്പെടുക്കുകയില്ല. എന്നോട് ദൈവാത്മാ പറയുക, ഇന്ന് ആ മുള്ള് നിന്റെ അകത്ത് വാഴാൻ സമ്മതിക്കരുത്. ചിലവിനെ പിഴുതുകൂട്ടാൻ, ചിലവിനെ പിഴുതുമാറ്റാൻ മനസ്സിലായവന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഇവിടെ ഒരു ദൂത് പറയുക, വചനം വിളയത്തക്കവണ്ണം ചില ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയാ. മുള്ള ബൈബിള് പറയുമ്പം ശാപത്തിൻ്റെ സന്തതിയാണ്. സ്തോത്രം. എബ്രായ ലേഖന കർത്താവ് എഴുതിയേക്കുന്ന ഒരു വാക്യമുണ്ട്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മറിച്ച് മുള്ളും പരക്കാറയും മുളപ്പിച്ചാലോ അത് ശാപത്തിന് ഒത്തതാണ്. അത് ദൈവത്തിന് സ്തോത്രം. വായിച്ചേ. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും. എനിക്കൊരു ദൂത് പറയാനുണ്ട്. ചില ഹൃദയങ്ങളിൽ അരുതാത്ത ചിലത് മുളപ്പിക്കുന്നുണ്ട്. എന്നോട് ദൈവാത്മാ പറയുക, അരുതാത്തതൊക്കെ ഇന്ന് പിഴുതുമാറ്റണം. ഇതൊരു ശുദ്ധീകരണത്തിൻ്റെ യോഗമാണ്. നിന്റെ അകത്ത് ദൈവത്തിന് വിളയിച്ചേ പറ്റൂ. നിന്റെ അകത്ത് റിസൾട്ട് തന്നേ പറ്റൂ. നിന്റെ അകത്ത് വിടുതൽ തന്നേ പറ്റൂ. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് കേട്ടെ, പാറപ്പുറത്ത്. കണ്ടിട്ടില്ലയോ? അലിയാത്ത ഹൃദയം. എത്ര യോഗത്തിന് വന്നാലും കഠിന ഹൃദയന്മാരുണ്ട്. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, കഠിന ഹൃദയമാണോ എന്ന് ചോദിച്ചേ. മിണ്ടുന്നില്ല. ഒരു ചില കാര്യം പോട്ടെ, ഞാനതൊന്നും വ്യാഖ്യാനിക്കുന്നില്ല. ശ്രദ്ധിക്കുക, പാറ പോലുള്ള ഹൃദയം. വിത്ത് അങ്ങോട്ട് വീണു. ആ വീണ ആഴ്ച ഭയങ്കര ഗ്ലോറിയായിരുന്നു. എൻ്റെ പാസ്റ്റേ ഞാൻ രക്ഷപ്പെടും. രണ്ടാമത്തെ ആഴ്ച വേര് പോവുകയല്ല. പോട്ടെ. കർത്താവ് പറയാ, ഈ 3 നിലവും വിത്ത് വളരാൻ കൊള്ളത്തില്ല. നാലാമതൊരു നിലം പറയുക. ദൈവത്തിന് സ്തോത്രം. ഒരുക്കപ്പെട്ട നിലം. അതിൻ്റെ റിസൾട്ട് കേട്ടോ, 100%. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് തിരുവചനത്തിൻ്റെ 100% റിസൾട്ട് എൻ്റെ ഹൃദയത്തിൽ വേണം?